അമ്മ ചാനലിൽ ഇന്ന് എന്നോടൊപ്പം എത്തിയിരിക്കുന്നത് സുനിത നോയലാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ്. സുനിതയ്ക്ക് എന്തൊക്കെയോ എന്നോട് ചോദിക്കാനുണ്ടെന്ന് ചോദിച്ചു. ചേച്ചി ശരിക്കും പറഞ്ഞാൽ നസീറിന്റെ തുടങ്ങി ഇപ്പോഴത്തെ നടന്മാരുടെ വരെയുള്ള എല്ലാ നടന്മാരുടെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളും ഇത് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒന്ന് ചേച്ചി പറയുമോ? കാരണം ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ പ്രധാനമായിട്ടും അന്നത്തെ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റ് പാട്ടുകളല്ലേ. അപ്പോൾ പാട്ട് പുസ്തകം കിട്ടും തിയേറ്ററിൽ. പിന്നെ കപ്പലിൻ്റെയൊക്കെ തിന്നാം. പിന്നെ പാട്ട് പുസ്തകം വായിക്കും. അതിലെ പാട്ടൊക്കെ ശ്രദ്ധിക്കും. ഇങ്ങനെ അന്നൊക്കെ ഒന്നും വീട്ടിൽ നിന്ന് വലിയ പൈസ ഒന്നും തരത്തില്ല. അന്ന് തിയേറ്റർ ഇതുപോലല്ലല്ലോ, ഓലക്കൊട്ടയല്ലേ. അപ്പോൾ തറ ടിക്കറ്റുണ്ട്, കസേരയുണ്ട്, ബെഞ്ചുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ തറ ടിക്കറ്റുള്ള കാശേ ഉള്ളൂ കയ്യിൽ, ഒരു 4 അണയൊക്കെ ഉള്ളൂ. അപ്പം വിശാലമായിട്ട് ഇങ്ങനെ തറയിലോട്ട് കൈ കുത്തി ഇങ്ങനെ കിടന്ന് സിനിമ കാണുക, അതായിരുന്നു ജോലി. ആദ്യം എനിക്ക് തോന്നുന്നു ഒരു 8 വയസ്സ് ആ ഒരു സമയത്തൊക്കെ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നി ഈ സ്ക്രീനിൻ്റെ പുറകിൽ ഇവരെല്ലാം വന്ന് നിൽക്കുമായിരിക്കും. അന്ന് 4 ഇൻ്റർവെൽ ഉണ്ട്. ആദ്യത്തെ ഇൻ്റർവെൽ ഞാൻ പോയി നോക്കുക, സ്ക്രീനിൻ്റെ പുറകിൽ വല്ലതും പോയി, ഇവരെവിടെ പോയി, ഇന്ന് കാണുന്നില്ലോ. നമുക്കത്രയും വിവരമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാണ് പിന്നെ മനസ്സിലാവും ഇതിപ്പോൾ ഇങ്ങനെയൊന്നുമല്ല. ആൾക്കാർ അവിടെ വന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മളിങ്ങനെ ആ ഒരു വെളിച്ചം വരും ഇങ്ങനെ, അതിൽ കൂടെ നമ്മളിങ്ങനെ കാണുന്നു. അങ്ങനെയാണ് പിന്നെ മനസ്സിലായി. അങ്ങനെ സിനിമ ചെറുപ്പത്തിലേ കാണാൻ ഇഷ്ടമായിരുന്നു. പക്ഷേ അഭിനയിക്കുന്ന കാര്യം എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. നസീർ എങ്ങനെയാണ്, നസീറിന്റെ ക്യാരക്ടറും എങ്ങനെയായിരുന്നു സിനിമയിൽ? അഭിനയിച്ചുകൊണ്ടിരിക്കുക അല്ല, പിന്നെ നമ്മൾ സിനിമ പണ്ട് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ നസീർ സാറിനെ ഒന്ന് നേരി കാണണം, എല്ലാവരെയും ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പം ഞാനെന്താ എൻ്റെ പ്രതീക്ഷയുടെ അപ്പുറമായിരുന്നു. കാരണം ഒരു നായകൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന അല്ലെങ്കിൽ ഷൂട്ടിംഗ് കാണാൻ വരുന്നത് സംസാരിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ നസീർ സാർ അങ്ങനെ ഒന്നും അല്ലായിരുന്നു. അന്ന് പിന്നെ ഈ മൊബൈലും പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോ എടുക്കാനൊന്നും, അല്ലെങ്കിൽ ചറവറ എടുത്തരും, അതൊന്നും പറ്റിയില്ല. പക്ഷേ അടുത്ത് വിളിച്ച് സംസാരിച്ചു. പിന്നെ എൻ്റെ അച്ഛൻ്റെ സഹോദരി അദ്ദേഹത്തിൻ്റെ കൂടെ നായികയായിട്ട് 2 സിനിമ പണ്ട് അഭിനയിച്ചുണ്ട്. അപ്പോൾ ആ ഒരു പരിചയം കൂടെ ഉണ്ട്. അപ്പം അങ്ങനെ അഭിനയിക്കാൻ വന്നിരിക്കുകയാണെന്ന് അറിഞ്ഞു. വളരെ വളരെ സന്തോഷമായിരുന്നു. പിന്നീട് ഒരുപാട് സിനിമകൾ അദ്ദേഹമായിട്ട്. അടൂർ ബാസി എങ്ങനെയായിരുന്നു? അടൂർ ബാസി നിങ്ങൾ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നല്ലോ, അടിപൊളിയായിരുന്നല്ലോ. അതെങ്ങനെയായിരുന്നു? അത് എനിക്കറിയില്ലായിരുന്നു ബാസിച്ചേട്ടൻ്റെ കൂടെ ആണ് അഭിനയിക്കേണ്ടതെന്ന്. അപ്പം എനിക്ക് കോമഡി ഒന്നും വരാത്തതുകൊണ്ട് ഞാൻ ആദ്യത്തെ സിനിമ അഭിനയിച്ചില്ല. പിന്നെ വേറെ സിനിമ വന്നപ്പം എല്ലാവരും കൂടെ നിർബന്ധിച്ചു, എന്തെങ്കിലും ആട്ടെ അദ്ദേഹത്തിനോട് അഭിനയിച്ചു. അദ്ദേഹം നമ്മളെ എങ്ങനെ അഭിനയിക്കണം അതൊക്കെ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ആദ്യമൊക്കെ നമുക്ക് ഈ കോമഡി അത്ര വഴങ്ങാത്തതുകൊണ്ട് എൻ്റെ കൗണ്ടർ പറയാറിയാമത് കുറച്ച് വഴക്കൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് പിന്നീട് തോന്നി ഞാൻ ഈ തിരഞ്ഞെടുത്ത ഈ ഒരു ലൈനാണ് നല്ലതെന്ന്. കാരണം എന്ന് വെച്ചാൽ അഭിനയിക്കാൻ വരുന്ന കുട്ടികളെല്ലാം കോമഡി അഭിനയിക്കാൻ താല്പര്യമില്ല. അവരൊക്കെ നായികമാരാവണം. പ്രേം നസീറിൻ്റെ മധുസാറിൻ്റെയൊക്കെ നായികയായിട്ട് അഭിനയിക്കാൻ വരുന്നവരാ, സ്വപ്നം കണ്ടിരിക്കുന്നവരാ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവർക്ക് കോമഡിയിലോട്ട് താല്പര്യമില്ല. അതെനിക്കൊരു നല്ല ഇതായിപ്പോയി. തീർച്ചയായിട്ടും. കാരണം എനിക്കൊരു മത്സരിക്കാൻ ആരും അതില്ലാത്ത നല്ലതല്ലേ. ഞങ്ങളൊക്കെ ജനിക്കണ മുമ്പേ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും കോമഡി എന്ന് പറഞ്ഞത് നിങ്ങളായിരുന്നു പഴയ ആ ഒരു കാലഘട്ടത്തിലെ മെയിൻ കോമഡി ആക്ടേഴ്സ്. അടൂർ ബാസി, ബഹദൂർ, അങ്ങനെ ശരിക്കും നിങ്ങളാണ് ഇതിന്റെ ഉത്ഭവം തന്നെ പറയുന്നത്. നസീർ, ഷീല, അടൂർ ഫാസി, ശ്രീലത, അല്ലെങ്കിൽ നസീർ, ജയഭാരതി, അടൂർ ഫാസി, ശ്രീലത, അങ്ങനെയായിരുന്നു. അതൊക്കെ ഒരു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ആ ഒരു കാലഘട്ടം. ഇപ്പോഴത്തെ എന്ന് പറയുമോ, എങ്ങനെയാണ് പൊതുവെ ആൾക്കാരുടെ ഒരു രീതി എങ്ങനെയൊക്കെയാണ്? അന്നെന്ന് വെച്ചാൽ അന്ന് ക്യാരവനൊന്നുമില്ല. നമ്മളിങ്ങനെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരുന്നു, മേക്കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റിൻ്റെ പുറത്തിരിക്കുന്നു, എല്ലാവരുമായിട്ട് ചേർന്ന് അവിടെ ഞാൻ നായകനാണ്, ഞാൻ അങ്ങനെയുള്ള വിലക്ക് ചെറുപ്പമൊന്നുമില്ല. എല്ലാവരും അവരുടെ വീട്ടിലെ കാര്യങ്ങൾ പറയുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഇവരുമായിട്ട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകാൻ കാര്യം എന്ന് വെച്ചാൽ അന്ന് ആകെപ്പാടെ മലയാള സിനിമയിൽ 50 പേരേ ഉള്ളൂ. ഈ 50 പേര് തന്നെ മാറ്റിയും മറിച്ചും കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ വിഷമമാണ്. അങ്ങനെ ഒരു നല്ല സൗഹൃദം. പിന്നെ സംസാരിക്കാനല്ലാതെ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലെയും മറ്റേ എന്തെങ്കിലുമൊക്കെ വർത്തമാനങ്ങൾ പറയുകയും നസീർ സാർ ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ അതായിരുന്നു നമ്മുടെ ഒരു ഇത്. ഇന്നിപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇപ്പം സംസാരിക്കാൻ സമയമില്ല. ഒരു ഫോൺ, ഒരു പുസ്തകം പോലെ വായിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ക്യാരവനകത്ത് കയറിയിരിക്കുക. ചേച്ചി ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പാട്ടുകാരിയാണ്. അതിനൊക്കെ കൂടുതൽ സ്പോർട്സും ചേച്ചിയോട് പറഞ്ഞില്ല. സ്പോർട്സ്, ഈ സ്പോർട്സിൽ എൻ്റെ അച്ഛനൊരു മിലിറ്ററിക്കാരനായിരുന്നു. അപ്പം പുള്ളി ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഫ്രീ ആയിട്ടല്ലേ. ഈ 2 മാസം വർഷത്തിൽ അവധിക്ക് വരുമ്പോൾ പുള്ളി ഭയങ്കര സ്ട്രിക്റ്റാണ്.
നമ്മളൊരു അച്ഛൻ്റെ അടുത്ത് പോയി, ഞാനൊരിക്കൽ ഒരു പൂമാല എന്തോ കെട്ടി അച്ഛൻ ഇങ്ങനെ ചാരി ഇവിടെ കൊണ്ടുപോയി ഇട്ടു ഇങ്ങനെ കഴുത്തിൽ. ഇവിടെ ഓടി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു, പേടിച്ചു പോയി. അപ്പോൾ ഞാൻ ഓടുക, അച്ഛൻ എൻ്റെ പുറകെ ഓടുന്നു എന്നെ പിടിക്കാൻ. എന്നിട്ടൊരു കവല വരെ ഓടി. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം അച്ഛൻ ഒരുപാട് പുറകെ കിടക്കുക. ഞാനങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നി, ആഹാ. അപ്പോൾ അന്ന് എനിക്കൊരു 10-11 വയസ്സ്. അച്ഛനെ എനിക്ക് തോൽപ്പിക്കാൻ പറ്റും ഓട്ടത്തിൽ. അപ്പോൾ പിന്നെ ഇതിലൊരു കൈ നോക്കിയാൽ അങ്ങനെയാണ് ഒരു തുടക്കം. സർവകല വല്ലഭ്യാണ് ചേച്ചി. അയ്യോ, ചേച്ചിയുടെ ഒരു പാട്ട്, ചേച്ചിയുടെ പാട്ട് എത്ര കേട്ടാലും മതി വരില്ല. ഒരു പാട്ട് പാടും. ഏത് പാട്ട് പാടണം? ഒരുപാട് എനിക്ക് സിനിമ സെമി ക്ലാസിക്കൽ ദക്ഷിണാമൂർത്തി സ്വാമി മ്യൂസിക് ഡയറക്റ്റ് ചെയ്താണെന്ന് തോന്നുന്നത്. അതെ, അത് പൊന്നമ്മ ചേച്ചി. അതെൻ്റെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കണ്ട പടത്തിലേ അത്. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി, കല്യാണി കളവാണി പാടിക്കൊണ്ടവരെന്നെ കല്യാണ പെണ്ണിനെ പോൽ കളിയാക്കി. കേട്ടില്ലേ? നല്ല പാട്ടുകളാണ്. പിന്നെ അതൊക്കെ പഴയ പാട്ടിനാണ് ജീവനുള്ളത്. ഇപ്പോഴും നമുക്ക് പാടുവോ? ഞാൻ ഇങ്ങനെയൊക്കെ പോകുള്ളൂ. ആക്ച്വലി ഞാനൊരു ഡാൻസ് ടീച്ചർ ആയതുകൊണ്ട് ഡാൻസ് നന്നായിട്ട് ചെയ്യുന്ന എനിക്ക് നല്ലോണം അറിയാം. പാട്ട് പിന്നെ നമ്മൾ ജതിയും ഡാൻസിന് വേണ്ടി കുറച്ചൊക്കെ പാടും, അത്ര സൗണ്ട് ഒന്നും അത്ര. ചേച്ചി ഇതൊക്കെ ഈ കച്ചേരിയൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് ആ ഡാൻസ് ചെയ്യാനുള്ള ഒരു ഫീൽ വരാറുണ്ട് എപ്പോഴും. ഞാൻ ചില പാട്ടുകൾ പാടുമ്പോഴേ ഞാൻ സത്യം പറഞ്ഞാൽ അതൊക്കെ നിങ്ങളെ ഒരു പക്ഷേ ഈ ഇതിൽ ചെയ്യുന്ന ഇതായിരിക്കും ഇതൊക്കെ. അതെന്നറിയോ? എന്നെ തപം ചെയ്തേ യശോദ, എന്നെ തപം ചെയ്തേ യശോദ, അതൊക്കെ നിങ്ങൾ കളിക്കാറുണ്ട്. ആ, ഞാനത് പാടുമ്പോഴൊക്കെ ഞാൻ ഈ ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ വിഷ്വലൈസ് ചെയ്തതായിരിക്കും. ഇപ്പം അതിൽ ആ പാട്ടിൽ എന്നെ തപം നീ ചെയ്തു യശോദ, ഇങ്ങനെ ഒരു മകനെ കിട്ടാൻ എന്നൊക്കെ പറഞ്ഞാൽ അത് നല്ല രസമാണ്. തീർച്ചയായിട്ടും നല്ല, ഞങ്ങൾ സ്ഥിരം ചെയ്യുന്ന ഒരു ഐറ്റമാണ്. കച്ചേരിയിലുള്ള ഒരു വട്ടം പാട്ടുകളൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. ചേച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങള് ശരിക്കും എൻ്റെ ഒരു എന്താ പറയാ അമ്മക്ക് തുല്യമാണ്. എനിക്കൊരു ഇത്രയും വലിയൊരു ലെജൻഡ് എൻ്റെ കൂടെ ഇങ്ങനെ എനിക്ക് ഇരിക്കാൻ പറ്റിയത്, ഇരിക്കാൻ പറ്റിയത് ഒരു ഭാഗ്യം. കാണാനും സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല ചേച്ചിനെ ഇങ്ങനെ നമ്മൾ ഇത്ര അടുത്തൊക്കെ കാണാൻ പറ്റും എന്നുള്ളത്. അതൊരു ദൈവാനുഗ്രഹം. അപ്പൊ ഇത്ര നേരം ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു. സന്തോഷം. പിന്നെ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനൊക്കെ ഒരു സന്ദർഭം ഉണ്ടാക്കുന്നത് ഷാജിയാണ്, അത് മറക്കാൻ പറ്റില്ല. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു നിമിത്തമാണ്. ഇതൊക്കെ ഒരാളിൽ കൂടെ ആയിരിക്കും നമ്മളിങ്ങനെ. ഞാനൊരു 2 മാസം മുമ്പ് പോലും ആലോചിച്ചിട്ടില്ല ഇങ്ങനെ വരാൻ പറ്റുമെന്നോ, ഇവിടെ ഒരു നമ്മളെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ നമ്മൾ ആലോചിച്ചിട്ടില്ല. അപ്പം ചേച്ചി താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് വേണ്ടി. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ചേച്ചിക്ക് ഒരിക്കൽ കൂടി മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അടുത്ത വർഷവും ഇതുപോലെ ചേച്ചിയെ കാണണം അല്ലേ? തീർച്ചയായിട്ടും. ശരി, അപ്പം താങ്ക് യു. താങ്ക്സ് ഞാൻ എങ്ങോട്ടാ പറയണ്ടേ?